നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തീ പാറുന്ന മത്സരമായിരിക്കും. അതിൽ ഏറ്റവും ശക്തമായ പോരാട്ടം കാണാൻ പോകുന്നത് തൃശ്ശൂരും അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുമായിരിക്കും. ഈ രണ്ടിടങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ശശി തരൂരിനെ എതിരിടാൻ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളെ ഇറക്കാൻ ബി.ജെ.പിയും പൊതുസമ്മതനായ സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ LDFും തന്ത്രങ്ങൾ മെനയുകയാണ്. ഇതേ അവസരത്തിൽ CPIയിൽ നിന്ന് CPIയുടെ സീറ്റാണ് CPI ആനി രാജയെ രംഗത്തിറക്കാനായിട്ടും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും CPI 3-ാം സ്ഥാനം തന്നെ പോകും എന്നുള്ളത് ഉറപ്പാക്കാം. സി ദിവാകരൻ മത്സരിച്ചപ്പോഴും CPI 3-ാം സ്ഥാനത്താണ്. വമ്പന്മാരൊക്കെ തന്നെ ജയിച്ചു പോയിട്ടുള്ള മണ്ഡലം കൂടിയാണ് എന്നും CPIക്കാരെ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാമതെത്തിയ BJP ഇക്കുറി മത്സരിക്കുന്നത് ജയിക്കാൻ ലക്ഷ്യമിട്ട് തന്നെ എന്നാണ് പറയുന്നത്. ക്രൈസ്തവരുടേതടക്കം വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള സ്ഥാനാർത്ഥിയെ ആയിരിക്കും BJP രംഗത്തിറക്കുക. കേന്ദ്രമന്ത്രി മത്സരിക്കാനെത്തിയാൽ രാജ്യത്തിൻ്റെ ശ്രദ്ധ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് തിരിയുമെന്ന് ഉറപ്പാണ്. തൃശ്ശൂരിനെ പോലെ BJP ഏറ്റവും ജയസാധ്യത കൽപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരം. UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാവുമെന്നത് ഒരു തർക്കവും കൂടാതെ പറയാവുന്ന ഏക മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. നിലവിലെ MP ശശി തരൂരിന് പകരം ഒരാളെക്കുറിച്ച് UDF ആലോചിക്കുന്നതേയില്ല. തരൂരാവട്ടെ വളരെ നേരത്തെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 2009 തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻറ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് തരൂരാണ്. ഐക്യരാഷ്ട്രസഭ വരെ നീളുന്ന ഔദ്യോഗിക അനുഭവ സമ്പത്തും ആഗോളതലത്തിൽ ലഭിക്കുന്ന അംഗീകാരവും ഒക്കെയായി നിൽക്കുന്ന തരൂരിന് പറ്റിയ എതിരാളിയെ കണ്ടെത്തുകയാണ് മറ്റ് 2 മുന്നണികളുടെയും മുഖ്യ വെല്ലുവിളി. ഭാര്യ സുനന്ദയുടെ മരണം, IPL വിവാദം അടക്കം നിരവധി കുരുക്കുകൾ ഉണ്ടായിട്ടും തരൂരിന് തിരുവനന്തപുരത്തുകാർ ജയം സമ്മാനിച്ചതാണ് ചരിത്രം. ഇടതുമുന്നണി തുടർച്ചയായി CPIക്ക് നൽകി വരുന്ന സീറ്റാണ് തിരുവനന്തപുരം. CPI സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. പൊതുസമ്മതനെ നിർത്തി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള നീക്കമാണ്. തുടക്കത്തിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേര് കേട്ടിരുന്നെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിയതോടെ അത് അപ്രസക്തമായി. ആനി രാജ മത്സരിക്കാനെത്തുമെന്നും വർത്തമാനമുണ്ട്. CPMൻ്റെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. തരൂരിനൊത്ത എതിരാളിയെ ആയിരിക്കും ഇത്തവണ LDF പോരിനിറക്കുക എന്നാണ് മുന്നണിയിൽ പറഞ്ഞു കേൾക്കുന്നത്. തരൂരിനൊപ്പം പോരാ, BJPയുടെ സ്ഥാനാർത്ഥി ആരാണോ അവർക്കൊപ്പവും എതിരിടാൻ പറ്റിയ ആളിന് LDFിൽ നിന്ന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആനി രാജയെ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് എത്ര പേർക്ക് ആനി രാജയെ അറിയാം? ഇവരുടെ വിചാരം CPI എന്ന് കേൾക്കുമ്പോൾ ആനി രാജയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ആനി രാജയൊക്കെ എത്രയോ കാലമായിട്ട് ദേശീയ നേതൃത്വത്തിൽ മാത്രം നിൽക്കുകയാണ്, അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. MM മണി പറഞ്ഞതുപോലെ ഇവിടെ CPIക്കാരെ ആരറിയും എന്ന് ചോദിച്ചിട്ടില്ലേ? BJPക്ക് വമ്പൻ സ്ഥാനാർത്ഥിയാവും തിരുവനന്തപുരത്ത് ഉണ്ടാവുക. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുതൽ നടൻ കൃഷ്ണകുമാർ വരെ പല പേരുകളും കേൾക്കുന്നുണ്ട്. നിർമ്മല സീതാരാമനും ജയശങ്കറും സമീപകാലത്ത് തലസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുത്തതാണ്. ഇവരിൽ ഒരാൾ സ്ഥാനാർത്ഥിയാവുമെന്ന് വളരെ ശക്തമായിട്ടുള്ള അഭ്യൂഹം തന്നെയാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടുകാരിയായ നിർമ്മലയ്ക്കാണ് ഇതിൽ ഏറെ മുൻതൂക്കം. ഓഖി ചുഴലിക്കാറ്റുണ്ടായപ്പോൾ തീരദേശ മേഖലയിൽ കടന്നു എന്ന് മത്സ്യത്തൊഴിലാളികളെ സമാശ്വസിപ്പിച്ച നിർമ്മലയ്ക്ക് തീരദേശത്തെ വോട്ടുകൾ അപ്പാടെ സമാഹരിക്കാനാവുമെന്ന് BJP കണക്കുകൂട്ടുന്നു. തീരമേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആശ്വാസ പദ്ധതികളും അനുകൂല ഘടകമാണ്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് തലസ്ഥാനവാസികളെ കയ്യിലെടുക്കാൻ നിർമ്മലയ്ക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രമന്ത്രി പദം ഉറപ്പാണെന്നതും നിർമ്മലയ്ക്ക് അനുകൂല ഘടകമാണ്. ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ നിർമ്മലയെ പരിഗണിക്കുമെന്നും BJP പ്രചരിപ്പിക്കുന്നുണ്ട്. ജനകീയനാണെങ്കിലും MP എന്ന നിലയ്ക്ക് തരൂരിൻ്റെ
മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് മുഖ്യ പോരായ്മയായി BJP ഇടതുപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ തരൂരിനെ കാണാൻ കിട്ടില്ലെന്നാണ് ആക്ഷേപം. പക്ഷേ കുറേ മാസങ്ങളായി തരൂർ മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിന് 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മണ്ഡലത്തിന് 70%-ലധികവും നഗരമേഖലയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് പ്രകാരം 13,34,665 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. കഴക്കൂട്ടം, കോവളം, തിരുവനന്തപുരം, നേമം, പാറശാല എന്നീ തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും നെയ്യാറ്റിൻകര, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളും ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഹിന്ദു വിഭാഗത്തിനാണ് മുൻതൂക്കം. ക്രിസ്ത്യൻ, മുസ്ലിം വോട്ടുകളാണ് തൊട്ടു പിന്നിൽ. ചെറിയൊരു ശതമാനം പട്ടികജാതി പട്ടികവർഗ വോട്ടുകളുമുണ്ട്. ഈ വോട്ട് കണക്കിൽ കണ്ണുവെച്ചാണ് BJP വമ്പൻ സ്ഥാനാർത്ഥികളെ ഇറക്കി വിജയം കൈപ്പിടിയിലാക്കാൻ ഒരുങ്ങുന്നത്. ഇതിനെ എതിർക്കാൻ ഇരു മുന്നണികളും രംഗത്തിറങ്ങുന്നതോടെ തിരുവനന്തപുരത്തെ പോര് അതിശക്തമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ഇക്കുറി കേരളത്തിൽ കനത്ത പോര് നടക്കാൻ പോകുന്നത്.